ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണ്, നിങ്ങളെക്കുറിച്ച് അവർ വിചാരിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിൽ ഓർക്കുക. അവരെന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്ന നിമിഷമാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് എല്ലാം ടൈംലെസ് ആണ്. അതുപോലെ അത് എപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നോ അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും. ഓക്കെ, ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ എടുക്കുന്നത്, ടൈംലെസ് റീഡിങ്സ് ആണ്. സോ എപ്പോൾ കാണുന്നോ അപ്പം മുതൽ നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും. അതുപോലെ ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് റെസണേറ്റ് ആവുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ റീഡിങ്സ് ഒന്നും ശരിയല്ല എന്നൊന്നും ജനറലൈസ് ചെയ്ത് പറയണ്ട. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് ഈ നിമിഷം പറയാനുള്ളത്? പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, എല്ലാ വീഡിയോസിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. എല്ലാ വീഡിയോയുടെയും താഴെ വന്നിട്ട് കമൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ചോദിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം നിങ്ങളുടെ പേഴ്സണ് ഈ നിമിഷം നിങ്ങളോട് എന്താണ് ഫീലിംഗ്, എന്താണ് പറയാനുള്ളത് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ചാരിയറ്റാണ്. ഫസ്റ്റ് കാർഡ് ചാരിയറ്റാണ് മക്കളെ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് വരണം. ഒരുപാട് എക്സ്ട്രീം എൻഡിലേക്ക് ആൾ പോയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു, പൂർണ്ണമായി അവസാനിച്ചു എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ജീവൻ വെച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള ഒരു ബന്ധമാണ്, ഒരു ഡിവൈൻ കണക്ഷനുള്ള ബന്ധമാണിതെന്ന് നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ഈ നിമിഷം മനസ്സിലാവുന്നുണ്ടായിരിക്കും. അല്ല, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി വിദേശത്തല്ല, അടുത്ത് തന്നെയാണെങ്കിൽ പോലും അയാൾ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചാരിയറ്റ് എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു മൂവ്മെൻറ്റ് വേണം, നിങ്ങളിലേക്ക് വരണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സ്വോർഡ്സ്. ഏസ് ഓഫ് സ്വോർഡാണ്. അതായത് ഒരു ക്ലാരിറ്റി, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മൂലം ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിടയിലെങ്കിൽ, ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു കാര്യങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മെൻ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട്. അയാൾ പുതിയ ഒരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മുൻപ് ഒരുപാട് ആർഗ്യൂ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്ത് വഴക്കുണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കുകയും പരസ്പരം മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം മുറിവേൽപ്പിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അയാൾക്കിപ്പോൾ നിങ്ങളോട് പറയാൻ തോന്നുന്നത്, എനിക്ക് നിന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കണം, എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കണം, നിന്നിലേക്ക് വരണം എന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അയാൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. കാരണം കറണ്ട് ഫീലിങ്ങിൽ ഇപ്പോൾ ഇതാണ് കാണുന്നത്. ഏസ് ഓഫ് സോർഡ്സ്, ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് തുടങ്ങുന്നുണ്ടെന്നുള്ളതാണ്. മൂന്നാമത്തെ കാർഡ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തീർച്ചയായിട്ടും അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണം, നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വേണം, എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വരണം, എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ റിലേഷൻഷിപ്പ് തുടരണം എന്നയാൾ കരുതുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു യങ്ങർ എനർജിയാണ്. അതായത് ഒരു എന്താണ് പറയുന്നത്, ഒരു ചാബല്യമുള്ള സ്വഭാവം, കൗമാരക്കാരൻ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു യങ്ങർ എനർജി ആയിട്ടാണ് ഇത് കാണുന്നത്. പക്ഷേ അയാൾക്ക് നിങ്ങളോട് വളരെ പുതിയൊരു സ്നേഹം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് വൺ 6 ഓഫ് കപ്സ് ആണ്. ഇത് റിയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ നിങ്ങളെ പഴയ കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങൾ മുൻപ് വളരെ സ്നേഹത്തിലിരുന്ന കാലത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസിനെയൊക്കെ അയാൾ താലോലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മുമ്പ് നിങ്ങൾ എത്രത്തോളം സ്നേഹത്തിലാണ് പെരുമാറിയിരുന്നത്, നിങ്ങൾ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിരുന്നു, എന്ത് കാര്യങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം പരസ്പരം നിങ്ങൾ സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇൻ കേസ് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ അയാളുടെ മനസ്സിൽ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ്. അടുത്തത് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. കപ്പ് എനർജീസ് അല്ലേ എനിക്ക്, നൈറ്റ് ഓഫ് കപ്പാണ്.
അപ്പോൾ നൈറ്റ് ഓഫ് കപ്പ് പറയുന്നത് പതുക്കെ പതുക്കെയാണെങ്കിലും വളരെ സ്റ്റേബിളായിട്ട് വിശ്വസ്തനായ അല്ലെങ്കിൽ വിശ്വസ്തയായ ഒരാളായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്നാണ് കാണുന്നത്. വളരെ സ്റ്റേബിളായിട്ട് കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ മാറി നിൽക്കുന്നത് ചില തെറ്റിദ്ധാരണകളുടെ പേരിലാണ് എങ്കിൽ അതൊക്കെ മാറി വളരെ സ്റ്റേബിളായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടി നിങ്ങളിലേക്ക് വരണം എന്ന് അയാൾ വിചാരിക്കുന്നു. ഓക്കെ, അതാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. നെക്സ്റ്റ് ടവറാണ്. അതായത് അയാളുടെ മനസ്സിൽ ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ടാവും. ഇത് ഇത്രയും നാളും ഒരു ചലനമില്ലാതിരുന്ന റിലേഷൻഷിപ്പാണ്. അവിടേക്ക് പെട്ടെന്ന് ഒരു ദിവസം കയറി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നൊക്കെ ഓർക്കുമ്പോൾ അയാൾക്ക് ഭയങ്കരമായ മാനസിക സംഘർഷം അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ, കടന്നുപോയ വഴികളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അയാളിൽ കടുത്ത സംഘർഷം തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. അത് തന്നെയാണ് ടവർ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു ചേഞ്ച്, പെട്ടെന്നൊരു മാറ്റം, അതാണ് ടവർ പറയുന്നത്. പെട്ടെന്നൊരു മാറ്റം അയാളിലേക്ക് വരുന്നുണ്ട്. അയാൾ ഇത്രയും നാൾ ചിന്തിച്ചിരുന്നതിനപ്പുറം ഒരു ക്ലാരിറ്റി അയാളിലേക്ക് വരുന്നതായിട്ടും അയാൾ റിലേഷൻഷിപ്പിനെ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ട് കാണുകയും അതിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അയാൾക്ക് നിങ്ങളോട് നിങ്ങൾ പണ്ട് കൊടുത്തിരുന്ന സ്നേഹം തിരിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ അയാളെ നോക്കിയിരുന്നത്, എങ്ങനെയാണോ നിങ്ങൾ അയാൾക്ക് വാത്സല്യത്തോടു കൂടി നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ എല്ലാം അയാൾക്ക്, ഈ പറഞ്ഞ വ്യക്തിയാണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ, അവർക്ക് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഒരു പാർട്ടായിട്ടാണ് നിങ്ങൾ അയാളെ കണ്ടിരുന്നത്. അതുപോലെയാണ് നിങ്ങൾ അയാളെ ടേക്ക് കെയർ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അയാൾ അത് ആലോചിക്കുന്നുണ്ട്. അയാൾ അതിനെക്കുറിച്ച് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആ കാലത്തെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. നിങ്ങളിലേക്ക് ഇത്രയും നാളുള്ളത് പ്രകടിപ്പിച്ചിട്ടും ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾ എത്ര അൺകണ്ടീഷണൽ ആയിട്ടാണ് അയാളെ സ്നേഹിച്ചിരുന്നതെന്നൊക്കെ അയാൾ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന അയാൾ എന്ന് പറയുന്നത് ആ ആളെന്നേ ഉള്ളൂ കേട്ടോ, ആണോ പെണ്ണെന്നൊന്നും പറയുന്നില്ലേ. അപ്പോൾ വളരെ അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹം, ഒരു വാത്സല്യം, ഒരു കെയർ, ഒരു പരിഗണന, പരിലാളന, അതൊക്കെ തിരിച്ച് നിങ്ങൾക്ക് തരണമെന്ന് ഇപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. അടുത്തത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ മൂല്യം ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത്. അയാൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം അയാളെ പരിഗണിച്ചിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും മിസ് ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അടുത്തത് 10 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അയാൾക്ക് ശരിക്കും അയാൾ തകർന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് വിട്ടുപോയി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു പോയി എന്ന് ഓർക്കുമ്പോൾ അയാൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അയാൾക്ക് എങ്ങനെ ഈ തകർന്ന് വീണ് പോയത്, ചിലപ്പോൾ നിങ്ങളുടെ വീണ് കിടന്ന അവസ്ഥയെക്കുറിച്ചായിരിക്കും അയാൾ ഓർക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ അയാൾക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അയാൾ വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അയാൾ വളരെയധികം തളർന്ന് വീണ് കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് പ്രതീക്ഷയുണ്ട്, തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അയാളെ സ്വീകരിക്കും, നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും അയാൾക്ക് വരാൻ പറ്റും എന്നൊക്കെ അയാൾ തീർച്ചയായിട്ടും വിചാരിക്കുന്നുണ്ട്. കാരണം നിങ്ങളൊരു എംപ്രസ് എനർജി ഉള്ളൊരു ലേഡിയാണ്. നിങ്ങൾ വളരെ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. ഭയങ്കര നല്ല ഗുണങ്ങളുള്ള, വലിയ മൂല്യങ്ങളുള്ള, നല്ല ഗുണങ്ങളുള്ള ഒരാളാണ് നിങ്ങൾ. അതൊരു ഫെമിനൈൻ എനർജിയാണ് കാണുന്നതെങ്കിൽ പോലും അത് മാസ്കുലിനിറ്റി ഉള്ള സ്ത്രൈണതയാകാം, സ്ത്രൈണതയുള്ള മാസ്കുലിനിറ്റി ആവാം. ആണും പെണ്ണ് ജെൻഡർ ഒന്നുമില്ല. ഒരു മാസ്കുലൈൻ അല്ലാത്ത ഒരു ഫെമിനൈൻ എനർജി എന്ന പോലെയാണ് നിങ്ങൾ തോന്നുന്നവർക്ക്. വളരെ സെറ്റിലായിട്ട്, വളരെ ജെന്യൂനായിട്ട്, വളരെ ഇന്നസെൻ്റ് ആയിട്ട് സ്നേഹം പങ്കുവെച്ച ഒരാളായിട്ടാണ് നിങ്ങളോട് തോന്നുന്നത്. നിങ്ങൾ എത്ര വാല്യുബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു എന്ന് അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്താണോ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അതിപ്പോൾ തിരിച്ചു തരണമെന്നും അയാൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് വളരെയധികം സ്നേഹവും മിസ്സിങ്ങും അയാൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണിപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ് ആയിട്ട് തോന്നുന്നത്. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാം. ലെറ്റേഴ്സ് ടി, സി, വീണ്ടും ടി വന്നിട്ടുണ്ട്, എസ് വന്നിട്ടുണ്ട്, സി തന്നെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, പി വന്നിട്ടുണ്ട്, എസ് വന്നിട്ടുണ്ട്, ഇ വന്നിട്ടുണ്ട്. ഇ നമ്പേഴ്സ് പറയാം. നമ്പേഴ്സ് 7, 1, 11, 6, 12, 16, 13, വീണ്ടും 11 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, വീണ്ടും 17 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് വേറെ കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ് എടുത്തിട്ടും അതിന് ക്ലൂ പറഞ്ഞിട്ടൊക്കെ കുറേ നല്ലതല്ലേ. വേറെ കുറച്ച് ക്ലൂസ് നോക്കാം.
ഫസ്റ്റ് ക്ലൂ വന്നിട്ട് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇടുക്കി. രണ്ടാമത്തെ ക്ലൂ വന്നിട്ട് 47 വയസ്സായിരിക്കാം. നെക്സ്റ്റ് വന്നിട്ട് 44 വയസ്സായിരിക്കാം. അടുത്തത് 18th 18-ാം തീയതി വന്നിട്ടുണ്ട്. ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട്. ആലപ്പുഴ 1981 4th 4-ാം തീയതി. അതുപോലെ 1985 45 1980 ഏപ്രിൽ മാസം 3rd 3-ാം തീയതി. എം എന്ന അക്ഷരം 41 വയസ്സ് 24th തീയതിയാണ്. 24th 24-ാം തീയതി. ഡി എന്ന അക്ഷരം മെയ് മാസം വന്നിട്ടുണ്ട്. മെയ് 40 വയസ്സ് നിർത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് 42 ഇയേഴ്സ് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. ഈ ക്ലൂസ് ഒക്കെ റെസൊനേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലൂസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ റെസൊനേറ്റ് ആയിരിക്കും. അല്ലെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെസൊനേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ്. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അയാളുടെ ഫീലിങ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയുള്ള അയാളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല, കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ അല്ല, കുറേയൊക്കെ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പോ ബട്ടൺ ഉണ്ട്, അത് അമർത്താൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.